ഭയാവഹമാണ്. ജീവിതത്തിൽ ഭയം എപ്പോഴും ഭയാനുഭവം ഉണ്ടാകാൻ ഇടയാക്കുന്നത് പാടില്ല. ഇതാണ് അതിനുള്ള പരിപാടി. സ്വധർമ്മം കണ്ടെത്തി അതിൽ നിരന്തരമായി ജീവിക്കുവാൻ ഇടയാണ് എന്നുള്ള വഴി ഏതാണ് ഏത് തൊഴിൽ രംഗത്തിൽ വ്യാപൃതനായി ഇരിക്കുമ്പോഴാണ് പൂർണ്ണമായും അതിൽ രസിക്കുവാൻ, സമയം പോകുന്നത് അറിയാതെ അതിൽ മുഴുകി ഇരിക്കുവാൻ സാധിക്കുന്നത്. അത് സ്വധർമ്മമാണ്. നല്ല മനുഷ്യനായി തീരണം എന്ന് പറഞ്ഞു. അപ്പൊ അത് എങ്ങനെയൊരു നല്ല മനുഷ്യനായി തീരാമെന്നാണ് സ്വാമിയുടെ മനസ്സിലാക്കുന്നത്. ജീവിതത്തെ പറ്റി ലോകത്തെപ്പറ്റി ജീവിതത്തിന്റെ അർത്ഥമുണ്ട് എന്നും നമ്മളും ഈ ലോകവും ഒന്നോ രണ്ടോ, നമ്മളും ഈ ലോകവും ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ ലോകത്തെ നിങ്ങൾ ലോകത്തെ കണ്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങളാരാണ്? അതിൻ്റെ അബ്സർവേഴ്സ് അല്ലേ? അല്ലേ? നിരീക്ഷകരാണ്. ലോകമോ നമ്മൾ നിരീക്ഷിക്കുന്ന വസ്തുവാണ് അല്ലേ? അപ്പോൾ നമ്മൾ ലോകം അപ്പോൾ ഒന്നാണ്. നമ്മൾ ഒബ്സർവേഴ്സ്, അത് അബ്സർവ് ചെയ്യണം. അത് വേറെ അല്ലേ? ആണോ അല്ലേ? അത് ശരിയായ നിരീക്ഷണമാണ്. നമ്മൾ ജീവിക്കുന്നത് ലോകത്തിൻ്റെ ഭാഗമായിട്ട് അല്ലേ? നമ്മൾ പഠിക്കുമ്പോൾ, ലോകത്തെപ്പറ്റിയും ജീവിതത്തെപ്പറ്റിയും പഠിക്കുമ്പോൾ നമ്മളും ലോകം ഒന്നോ രണ്ടോ? നമ്മൾ ലോകത്തെ വേറെ കണ്ടുകൊണ്ടല്ലേ, മറ്റൊന്നായി കണ്ടുകൊണ്ടല്ലേ അതിനെ പഠിക്കുന്നത്? ആണോ? അത് ശരിയായ പഠനമാണോ? അല്ലേ? ജീവിക്കുന്നത് ലോകത്തിൻ്റെ ഭാഗമായിട്ട് അതിനെപ്പറ്റി പഠിക്കുമ്പോൾ അത് മറ്റൊന്നായി അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ശരിയായ ലോകത്തെയാണോ പഠിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ശരിയായ ലോകത്തിൽ ഞാനും ലോകവും ഒന്ന്. ഞാൻ പഠിക്കുന്ന ലോകത്തിൽ ഞാനും ലോകവും രണ്ട്. ആണോ? അത് ശരിയായ പഠനമാവോ ഇല്ലേ? ആവോ? ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് നിങ്ങളുടെ പഠന കാര്യത്തിൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചോദ്യം മനസ്സിലായോ? എന്താണ് പറയേ? നമ്മൾ പഠിക്കുന്ന ലോകത്തിൽ ലോകവും ഞാനും രണ്ട്. ജീവിക്കുന്ന ലോകത്തിൽ ലോകവും ഞാനും ഒന്ന്. അപ്പോൾ ഞാൻ ജീവിക്കുന്ന ലോകത്തെ അല്ല ഞാൻ പഠിക്കുന്നു. സത്യത്തിൽ ഞാനും ഈ ലോകവും ഒന്ന് അല്ലേ? ജീവിക്കുമ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ ഞാനും ലോകവും രണ്ട്. ഞാനും ലോകവും രണ്ട് എന്നുള്ളത് സത്യമോ അസത്യമോ? ഞാനും ലോകവും രണ്ട്. ഞാൻ പഠിക്കുന്നവൻ, മറ്റത് പഠന വിഷയം അല്ലേ?
ഒന്നോ രണ്ടോ അപ്പോഴ് രണ്ടല്ലേ? രണ്ടാണ്. അപ്പോൾ അത് സത്യമോ അസത്യമോ? സത്യത്തിൽ ഞാനതിൽ ജീവിക്കുകയാണ്. ഞാൻ ജീവിക്കുന്ന അല്ല അതിനെ പഠിക്കുന്ന ഞാനും ആ ലോകവും ഒന്ന് അല്ലേ? ആ ലോകത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ അവന് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് എനിക്ക് നിൽക്കാൻ ഇടമുണ്ടോ? ഉണ്ടോ? അപ്പോൾ ശരിയായിട്ടുള്ള പഠനത്തിൽ ഞാനും ലോകവും ഒന്നായിരിക്കുന്ന പഠനമായിരിക്കണം അല്ലേ? അല്ലാത്തത് സത്യമോ അസത്യമോ? ഞാനും ലോകവും രണ്ടായിരിക്കുന്നു എന്നുള്ളത് സത്യമോ അസത്യമോ? അപ്പോൾ നമ്മൾ അസത്യമായ ലോകത്തെ പഠിക്കുന്നോ സത്യമായ ലോകത്തെ പഠിക്കുന്നോ? അപ്പൊ അസത്യമായ ലോകത്തെ പറ്റി പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങിച്ച് ഉദ്യോഗവും നേടി അതിന് ജീവിതം അവസാനം ജീവിക്കും. അപ്പോഴും നമ്മുടെ നിരീക്ഷണം സത്യത്തിന് ചേരുന്നതല്ല, അസത്യത്തിന് ചേരുന്നതാണ്. അല്ലേ? മനസ്സിലായ എല്ലാവർക്കും? ആ അസത്യത്തെ സത്യം എന്ന തരത്തിൽ കരുതിക്കൊണ്ട് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നു, ഡിഗ്രികൾ വാങ്ങിക്കുന്നു, ഡോക്ടറേറ്റ് വാങ്ങിക്കുന്നു. ഈ രംഗത്തെല്ലാം വിവാദമാണ് അല്ലേ? ആണോ? അങ്ങനെയുള്ള വിദ്യ എന്നല്ല നമ്മുടെ ഗുരുക്കന്മാർ പറയുന്നത്, അവിദ്യ എന്നാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നേടുന്ന വിദ്യാഭ്യാസം വാസ്തവത്തിൽ അവിദ്യാഭ്യാസമോ വിദ്യാഭ്യാസമോ? അപ്പൊ ഈ അവിദ്യാഭ്യാസം നടത്തി സർട്ടിഫിക്കറ്റും വാങ്ങിച്ച് ഡിഗ്രികളും വാങ്ങിച്ച് അതാണ് വിദ്യാഭ്യാസം എന്ന തരത്തിൽ അഭിമാനിച്ച് നടക്കുന്നവരാണ് നമ്മൾ. ആണോ അല്ലേ? അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ വന്നുകൊണ്ട് ജീവിതം മുഴുവൻ പ്രശ്നം നിറഞ്ഞതായിരിക്കും. മനസ്സിലായോ? ആളുകൾക്ക് വിദ്യാഭ്യാസമുള്ളവരായാലും കൊള്ളാം, ഇല്ലാത്തവരായാലും കൊള്ളാം. എനിക്ക് തോന്നുന്നു ഇന്ന് സാധാരണ ഒരു നോക്കിയാൽ വിദ്യാഭ്യാസം കുറഞ്ഞവർക്ക് മാനസികമായ പ്രശ്നങ്ങൾ വളരെ കുറവാണ്. വിദ്യാഭ്യാസം കൂടിയവർക്ക് മാനസികമായ പ്രശ്നങ്ങളും വളരെ കൂടുതലാണ്. ആണോ അല്ലേ? അപ്പോൾ ഈ അവസ്ഥിതി മാറി വിദ്യാഭ്യാസം എന്നുള്ളതിൽ ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം ആകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഞാൻ പഠിക്കുന്ന സത്യത്തിൽ